തീത്തോസിൻ്റെ ലേഖനമാണ് അല്പനിമിഷം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം ആമുഖമായിട്ട് പറയാം. നിങ്ങളുടെ വേദപുസ്തക ധ്യാനങ്ങളിൽ ലേഖനങ്ങൾ വായിക്കണം. എൻ്റെ വേദപുസ്തക ധ്യാനങ്ങളിൽ ഞാൻ ഏറ്റവും അധികം വായിക്കുന്നത് ലേഖനങ്ങളാണ്. എൻ്റെ സന്ദേശങ്ങളിൽ ഞാൻ തയ്യാറാക്കുന്നത് മിക്കവാറും ലേഖനങ്ങളിൽ നിന്നുമാണ്. എൻ്റെ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവം എന്നോട് ഇടപെടാറുള്ളത് ലേഖനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വായിക്കുവാൻ എനിക്ക് പ്രാപ്തി ലഭിച്ച നാൾ മുതൽ ലേഖനങ്ങളോട് ഭയങ്കരമായ ഇഷ്ടമാണ്. ലേഖനങ്ങളിൽ അവഗാഹ ജ്ഞാനമൊന്നുമില്ലെങ്കിലും ലേഖനങ്ങൾ വായിക്കുവാൻ പ്രാപ്തി ലഭിച്ച നാൾ മുതൽ ലേഖനങ്ങളോട് ഒരുപാട് പ്രണയമാണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തക ധ്യാനങ്ങളിൽ നിങ്ങൾ സമയം കണ്ടെത്തി ലേഖനങ്ങൾ വായിക്കുവാൻ വളരെ വിനയത്തോടെ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. കാരണം ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ലേഖനങ്ങൾ വായിക്കണം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വിവിധ വീര്യപ്രവർത്തികളിലൂടെയും മാത്രമല്ല. പുതിയ നിയമസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് ലേഖനങ്ങളുടെ കൃത്യമായ പത്യോപദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ധ്യാനങ്ങളിൽ നമ്മൾ ലേഖനങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവിന് ഏറ്റവും ഉപോത്ബലകമായ ഒരു ഘടകമാണത്. തീത്തോസിൻ്റെ ലേഖനം നമ്മൾ സമഗ്രമായ ഒരു ധ്യാനത്തിന് വിധേയമാക്കിയാൽ ധന്യനായ പൗലോസ് 3 ഇടയലേഖനങ്ങളാണ്. ധന്യനായ പൗലോസിൻ്റെ 3 ഇടയലേഖനങ്ങളിൽ ഒന്നാണ് ഈ തീത്തോസിൻ്റെ ലേഖനം. മറ്റൊരു ഇടയലേഖനമായ 1 തീമോഥെയോസിനോട് സമസ്വഭാവമുള്ള ഒരു ലേഖനമാണ് ഈ ലേഖനം. ഈ 2 ലേഖനത്തിലെയും പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മൂപ്പന്മാർക്കുള്ള നിർദ്ദേശവും സഭാഭരണത്തെക്കുറിച്ചുമാണ്. സാധാരണഗതിയിൽ തീത്തോസിൻ്റെ ലേഖനം ഉപവാസ പ്രാർത്ഥനകളിൽ അങ്ങനെ ആരും വായിക്കാറില്ല. കൺവെൻഷനുകളിലും തീത്തോസിൻ്റെ ലേഖനം അങ്ങനെ വായിക്കാറില്ല. തീത്തോസിൻ്റെ ലേഖനം സർവ്വസാധാരണമായി കൈകാര്യം ചെയ്യുന്നത് വേലക്കാരുടെ മീറ്റിങ്ങിലാണ്. ഇപ്പോൾ വേലക്കാർ വളരെ ചുരുക്കമാണ്. പക്ഷേ നിങ്ങളെല്ലാം വേലക്കാരായി കണ്ടുകൊണ്ട് ഞാൻ ഈ ലേഖനം അങ്ങ് കൈകാര്യം ചെയ്യുക. വേലക്കാരുടെ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന ഒരു സന്ദേശമല്ല ഈ ലേഖനത്തിലെ വാക്യത്തിൽ നിന്നും ഒരു പദമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒരു പദം. തീത്തോസിനെ കുറിച്ച് ഒറ്റ കാര്യം മാത്രം ഞാനെന്ന് പറയാം. പൗലോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹപ്രവർത്തകനാണ് തീത്തോസ്. പ്രായം കൊണ്ട് പൗലോസിനേക്കാൾ മുതിർന്നയാളാണെങ്കിലും പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഫലമായി രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നയാളായതുകൊണ്ട് പൗലോസ് തീത്തോസിനെ കാണുന്നത് വിശ്വാസത്തിൽ മകനായിട്ടാണ്, നിജപുത്രനായിട്ടാണ്. പ്രായം കൊണ്ട് പൗലോസിനേക്കാൾ മുതിർന്നയാളാണെങ്കിലും തൻ്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് ഈ ദൈവകൃപയിലേക്ക് വന്ന വ്യക്തിയായതുകൊണ്ട് ഒരു മകനെ കാണുന്നത് പോലെയാണ് പൗലോസ് തീത്തോസിനെ കാണുന്നത്. അവ പൗലോസിന്റെ ആത്മീക മകനാകുന്ന തീത്തോസിനെ കൈവച്ച് പ്രാർത്ഥിച്ച് ക്രേത്ത് എന്ന സ്ഥലത്തേക്ക് അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി പൗലോസ് അയക്കുമ്പോൾ തീത്തോസിന് പൗലോസ് കൊടുക്കുന്ന വളരെ കൃത്യമായ ഒരു പ്രബോധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ കരംവെപ്പിനാൽ അനുഗ്രഹീതനായി കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ക്രേത്തയിലേക്ക് പുറപ്പെടുന്ന തീത്തോസിന് പൗലോസ് കൊടുക്കുന്ന ഏറ്റവും ഗൗരവമേറിയ മനോഹരമേറിയ ഒരു പ്രബോധനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മോനെ തീത്തോസേ, നീ അതിഥിപ്രിയനും 1, 2 സൽഗുണപ്രിയനും, 3 സുബോധശീലനും, 4
നീതിമാനും, 5 നിർമ്മലനും, 6 ജിതേന്ദ്രിയനും, 7 പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും, 8 വിരോധികൾക്ക് സാക്ഷ്യം ബോധം വരുത്തേണ്ടതിനും, 10 ശക്തനാകേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. എന്ത് ഗൗരവമേറിയ പ്രബോധനം അതില്ലേ? 8 വിഷയത്തിൽ നീ ശക്തനാകേണ്ടതിന്. ആമേൻ. 8 വിഷയത്തിൽ നീ കരുത്തനാകേണ്ടതിന്, 8 വിഷയത്തിൽ നീ പ്രയോജനമുള്ളവനാകേണ്ടതിന് ഒറ്റ കാര്യം മാത്രം ചെയ്യുക: ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കണം. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര വായിച്ചാലും കൊതി തീരാത്ത ഒരു കാര്യമാണത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും എൻ്റെ മകൻ ശക്തനാകേണ്ടതിന് ഒറ്റ കാര്യം മാത്രം നീ ചെയ്യണം: ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അപ്പോൾ ആ ഒരു പ്രയോഗമാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. മുറുകെ പിടിക്കുന്നവനായിരിക്കണം. ആമേൻ. അപ്പൊ ഈ രണ്ടാമത്തെ പകൽ അല്പനിമിഷം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പദത്തിൽ നിന്നാണ്. മുറുകെ പിടിക്കുന്നവരായിരിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സഹോദരിമാർ മാത്രം ഒന്ന് പറഞ്ഞേ. 50% സംഭരണം വെറുതെയാ. നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞേ. എന്തൊരു ഗംഭീരമാണെന്നറിയാം. അംഗബലം കുറവാണെങ്കിലും ആധികാരികത ഞങ്ങളുടെ ശബ്ദത്തിനാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഒരു മോശമല്ല, 2 കൂട്ടർ ഒരുമിച്ചൊന്ന് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ ഈ പകൽ അല്പനിമിഷം ഒരുമിച്ച് നാം പഠിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത് ആ ഒരു സന്ദേശമാണ്: മുറുകെ പിടിക്കുന്നവരായിരിക്കുക. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്നൊരു സന്ദേശം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥനയോടെ ഈ വിഷയത്തെ ദൈവസന്നിധിയിലെ ധ്യാനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ഇതിനെ 2 ഭാഗമായിട്ട് ദൈവാത്മാവ് എനിക്ക് ഒന്ന് തിരിച്ചു തരാനിടയായി. 1, മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്. 2, മുറുകെ പിടിക്കേണ്ടിയത്. അപ്പൊ മുറുകെ പിടിക്കുന്നവരായിരിക്കുന്നൊരു ദൂത് ഈ രണ്ടാമത്തെ പകൽ നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ 2ആയിട്ട് തിരിച്ച് ധ്യാനിക്കാൻ പോകുക. 1, ദൈവമക്കൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്. 2, ദൈവമക്കൾ മുറുകെ പിടിക്കേണ്ടിയത്. അതിനെക്കുറിച്ച് എൻ്റെ പ്രത്യാശയ്ക്ക് ആധാരമായ ബൈബിളിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് എല്ലാം ഉണ്ട്. മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്ത് നമുക്കുള്ള എല്ലാം ഉണ്ട്. അത് 2ഉം തരംതിരിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് 2-നകത്ത് 1-2 കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ സമയം തീരും കേട്ടോ. സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ സന്തോഷിച്ചേ പറ്റൂ. മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ഒന്ന് കേട്ടെ. 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം പിന്നീട് വായിച്ചാൽ മതി.
2, പാർക്കുന്ന വീടിനെ അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. ഇയ്യോബ് 8:15. 3, വഞ്ചനയെ മുറുകെ പിടിക്കരുത്. ഇരമ്യാവ് 8:5. അപ്പൊ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളിൽ 1, ദൈവഭക്തിയെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഇയ്യോബ് 2:3. 2, ക്രിസ്തുവാകുന്ന തലയെ നമ്മൾ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 5:21. 3, നല്ലത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 2, തലയെ മുറുകെ പിടിക്കുക, റെഫറൻസ് മാറിപ്പോയി. തലയെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. കൊലോസ്യ ലേഖനം 2:18. 3, നല്ലത് മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 5:21. 4, ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. റെഫറൻസ് വേണ്ടല്ലോ, നമ്മുടെ താക്കോൽ വാക്യം അതാണ്. 5, നിത്യജീവനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. 1 തിമോഥെയോസ് 6:12. 6, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. എബ്രായ ലേഖനം 3:6. 7, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. വെളിപ്പാട് 2:13. അവ മുറുകെ പിടിക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ റഫറൻസ് സഹിതം ഞാൻ പറഞ്ഞു. മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ റഫറൻസ് സഹിതം ഞാൻ പറഞ്ഞു. ഇത് രണ്ടും തരംതിരിച്ച് അല്പനിമിഷങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത കാര്യങ്ങളോട് സമ്പൂർണമായി വിട പറഞ്ഞ് മുറുകെ പിടിക്കുവാൻ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിച്ച് ആക്ഷേപരഹിതമായ, ആരോഗ്യപരമായ, മാതൃകാപരമായ ഒരു ആത്മിക ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. അവ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളിൽ 1, പാപങ്ങളെ മുറുകെ പിടിക്കരുത്. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അതിനാധാരമായിട്ടൊന്ന് വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം പ്ലീസ്. അവൻ എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ, എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. ഈ വാക്യത്തിന്റെ ചരിത്രത്തിലേക്കും പശ്ചാത്തലങ്ങളിലേക്കും ഒന്നും തൽക്കാലം കടക്കുന്നില്ല. ദൈവമക്കളായ നമുക്ക് ഈ ലോകത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത പ്രഥമ കാര്യം പാപങ്ങളെയാണ് എന്ന് വിശദീകരിക്കേണ്ടതിന് ഈ വാക്യം ആധാരമായി മാത്രം വായിച്ചതാ. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. എന്താണ് പ്രിയരെ പാപം? ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏറെ പരിചിതമായ ഒരു പ്രയോഗമാണ് എന്ത്? പാപം. പിന്നിട്ട 15 വർഷം കൊണ്ട് കേരളക്കരയുടെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും 15 വർഷം കൊണ്ട് പൊതുവേദിയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പാപം, പാപത്തിന്റെ കടന്നുകയറ്റം, പാപത്തിന്റെ പരിണത ഫലങ്ങൾ, പാപത്തിന്റെ പരിഹാരമാർഗം. ഞാൻ വിശദീകരിക്കുന്നില്ല എന്താ പാപമെന്ന്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ടിയ കാര്യം ചെയ്യുന്നതുമാണ് എന്ത്? പാപം. പാപത്തിന് കൊടുക്കാൻ പറ്റിയ ഒറ്റ നിർവചനം അതേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ടിയ കാര്യം ചെയ്യുന്നതുമാണ് എന്ത്? പാപം. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം ഞാനൊന്ന് അപഗ്രഥിച്ചപ്പോൾ
പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായി. അതൊന്ന് ഓടിച്ചു പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകാം. പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ. എൻ്റെ പ്രിയരെ, നമ്മുടെ ചിന്തയിൽ നമ്മൾ നിരൂപിക്കുന്നത് പോലെ വലിയ കാര്യങ്ങൾ മാത്രമല്ല എന്ത് പാപം. അവരെൻ്റെ കഴുത്ത് കണ്ടിക്കുന്നത് മാത്രമല്ല പാപം. അവരെൻ്റെ 100 പവൻ മോഷ്ടിക്കുന്നത് മാത്രമല്ല പാപം. നമ്മുടെ ദൃഷ്ടിയിൽ വലുതെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് പാപമെങ്കിൽ, ദൈവവചനത്തിന്റെ കണ്ണിലൂടെ, കണ്ണാടിയിലൂടെ മഹാദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ വാക്ക് പോലും പാപമാണ് എന്ന കാര്യം മറക്കരുത്. ആമേൻ. അതാ പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ 7 കാര്യങ്ങൾ ഒറ്റയടിക്ക് നീ എന്നും പറയാം. 1, ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. സദൃശ്യവാക്യം 21:4. 2, ഭോഷന്റെ നിരൂപണം പാപം തന്നെ. സദൃശ്യവാക്യം 24:9. 3, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. റോമാലേഖനം 14:23. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാ. കൃപ പ്രാപിച്ച ദൈവമക്കൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം? വിശ്വാസത്താൽ ചെയ്യണം. സ്തോത്രം പറയുന്നെങ്കിൽ വിശ്വാസത്തോടെ പറയണം. ഹല്ലേലൂയ പറയുന്നെങ്കിൽ വിശ്വാസത്തോടെ പറയണം. ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ആരാധിക്കണം. ഇന്ന് പകലിലും വിശ്വാസത്തോടെ സ്തോത്രം പറയുന്നവർക്കായി, ഇന്ന് പകലിലും വിശ്വാസത്തോടെ ആമേൻ പറയുന്നവർക്കായി, ഇന്ന് പകലിലും വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർക്കായി, ഇന്ന് പകലും വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തത് ഏതൊക്കെയാണ്? അതെല്ലാം പാപമാണ്. 4, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. വിശദീകരിക്കുന്നില്ല യാക്കോബ് 2:9. വലിപ്പച്ചെറുപ്പം കാണിക്കരുത്. യാക്കോബ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുന്നു. 5, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. യാക്കോബ് 4:17. നന്മ ചെയ്യാൻ അറിയാം, നന്മ ചെയ്യാൻ സാഹചര്യമുണ്ട്, പക്ഷെ അർഹിക്കപ്പെട്ടവരുടെ കരത്തിൽ ആ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് പാപമാണ്. 6, പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4, 7. ഏത് അനീതിയും എന്താണ്? പാപമാണ്. 1 യോഹന്നാൻ 5:17. അപ്പോൾ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ സംഗതി പാപങ്ങളെ ആണെങ്കിൽ എന്താണ് പാപമെന്ന് ഞാൻ പറഞ്ഞു. പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ റെഫറൻസ് സഹിതം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്റെ പ്രിയരെ, മനുഷ്യന്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. മനുഷ്യന്റെ ശാപം നിമിത്തം ഭൂമിയിലെ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, മൃഗജാലങ്ങൾ സകലരും പാപത്തിന്റെ കീഴിലായി. വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപം ആത്മഹത്യയിൽ ആരംഭിച്ച്, പാപം പ്രാതൃഹൃത്തിയിൽ വളർന്ന്, പാപം ദൈവഹത്യയിൽ പരമകഷ്ടയിലെത്തി. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണം. പരിശുദ്ധനായ കർത്താവ് ഒരു പാപിയെ പോലെ ക്രൂശിൽ യാഗമായത് പാപം ചെയ്തിട്ടല്ല. നമ്മുടെ കർത്താവ് എത്ര പരിശുദ്ധനായില്ലേ? നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഖറൂബ്യന്മാര്, സറാഭ്യന്മാര്, മൂപ്പന്മാരുടെ വൃന്ദങ്ങൾ തങ്ങളുടെ തലയിലെ കിരീടം ഊരി അവർ താഴെ വെച്ചിട്ട് കർത്താവിനെ നമസ്കരിച്ച് പറയുന്നൊരു കാര്യം, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ് എന്ന്. പകൽ പരിശുദ്ധനായ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ പരിശുദ്ധനായ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒരിക്കലും മഹത്വപ്പെടുത്താം.
ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് പാപമില്ലാത്തവനാണ്, നമ്മുടെ കർത്താവ് പാപമില്ലാത്തവനാണ്, നമ്മുടെ കർത്താവ് പാപമില്ലാത്തവനാണ്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. ലോകത്തിൽ വന്നിട്ട് എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ തന്റെ ഇടമുണ്ടെന്ന് ലോകത്തോട് ചോദിച്ച വിശുദ്ധനും നീതിമാനുമായ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നാം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പാപമുള്ള ഒരുവനെയല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്, അകൃത്യമുള്ള ഒരുവനെയല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്, അശുദ്ധിയുള്ള ഒരുവനെയല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്, വീണുപോയ ഒരുവനെയല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്, എന്നേക്കും പരിശുദ്ധനായ ഒരുവനെയാണ്. Glory, hallelujah. 5 കോടതികൾ അവനെ വിസ്തരിച്ചു. 5 കോടതികളിലെ പ്രഗത്ഭരായ ഒറ്റ ന്യായാധിപന്മാർക്ക് പോലും നമ്മുടെ കർത്താവിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവനെ വിസ്തരിച്ച പീലാത്തോസിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? അവൻ നീതിമാനാണ്. മുഖത്ത് തുപ്പലേറ്റ് നിൽക്കുന്നവനെ നോക്കി, മുഖത്തെ താടി രോമങ്ങൾ പറിച്ചെടുക്കപ്പെട്ട് നിൽക്കുന്നവനെ നോക്കി, ഹല്ലേലൂയ, വേഗമാസകല മുറിവേറ്റ് നിൽക്കുന്നവനെ നോക്കി, കാൽകരങ്ങളിൽ ചങ്ങലകൾ ചുറ്റി പീലാത്തോസിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന നസറായനെ നോക്കി പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്, അവൻ നീതിമാനാണ്. നീ അവന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത്. പീലാത്തോസ് പോലും യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് നീതിമാനാ, കുറ്റമില്ലാത്തവനാ. മോഹൻ റോയി യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് വെളിച്ചം പോലാണ് അവിടുന്ന് പരിശുദ്ധൻ, കുഞ്ഞാട് പോലാണ് അവിടുന്ന് നിർദോഷി, കുറുമ്പ്രാവ് പോലെ അവിടുന്ന് നിഷ്കളങ്കനാണ്. അപ്പോൾ ആ പരിശുദ്ധനായ കർത്താവ്, ആ വിശുദ്ധനായ കർത്താവ്, ആ പാപമില്ലാത്ത കുഞ്ഞാട് ഒരു പാപിയെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ തൂങ്ങി മരിച്ചത് അപരാധങ്ങൾ ചെയ്തിട്ടല്ല, അകൃത്യം ചെയ്തിട്ടല്ല, തെറ്റുകൾ ചെയ്തിട്ടല്ല. അവൻ കുറ്റവാളിയെ പോലെ ക്രൂശിൽ തൂങ്ങിയത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഓ റബന ശന്ധലാരഗാഥന 5480 മുറിവേറ്റ്, പുറത്തു മാത്രം 150 പരമാഴമുള്ള മുറിവേറ്റ്, 17 മുള്ളുകൾ തലയിൽ ആഴ്ന്നിറങ്ങിയവനായി, 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞവനായി, 350 പട്ടാളക്കാരാലും 50 കുതിര പട്ടാളക്കാരാലും ചാട്ടവാറിന്റെ അടിയേറ്റ് 15 അടി നീളവും 6 അടി വീതിയും 150 കിലോ തൂക്കമുള്ള പച്ചമര കുരിശില് അവൻ പാപിയെ പോലെ തകർക്കപ്പെട്ടത്, ഒരു കുറ്റവാളിയെ പോലെ മരിച്ചത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരേ, ആ പരിശുദ്ധനായ കർത്താവ് പാപം നിമിത്തം കാൽവറിയിൽ ഒഴുക്കിയ പാപമില്ലാത്ത പരിശുദ്ധ രക്തത്താൽ കഴികൾ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, നീതീകരണം പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെട്ട വിശ്വാസിയെ, നമ്മുടെ കർത്തവ്യമാണ് പാപത്തോട് എതിർക്കുക, നമ്മുടെ കർത്തവ്യമാണ് പാപത്തോട് പോരാടുക, നമ്മുടെ കർത്തവ്യമാണ് പാപത്തെ മുറുകെ പിടിക്കാതിരിക്കുക. Yes, 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 yes. Dibarabadana, Shataraladana. അനവിദൂര ഭാവിയിൽ നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് പുനരാഗമിക്കാൻ പോകുന്നത് കൈയടിക്കുന്നവരെ മാത്രം ചേർക്കാനല്ല, അന്യഭാഷ പറയുന്നവരെ മാത്രം ചേർക്കാനല്ല, യോഗത്തിന് മുടങ്ങാതെ വരുന്നവരെ മാത്രം ചേർക്കാനല്ല, കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ ചേർക്കാനാ അവൻ വരുന്നത്. പാപരഹിത
രഹിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് അവന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റൂ. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നീ കോടീശ്വരനാകുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിനക്ക് 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് കിട്ടുക എന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിന്നെ ഭൗതികമായി ഉന്നത പദവിയിൽ ഇരുത്തുക എന്നുള്ളതല്ല. അതൊക്കെ കിട്ടാം, അതൊക്കെ കിട്ടിക്കോട്ടെ. ഇവിടുത്തെ പദവിയും ഇവിടുത്തെ പ്രശംസയും ഇവിടുത്തെ ബന്ധങ്ങളും ഇവിടുത്തെ സ്വാധീനങ്ങളും ഇവിടുത്തെ നന്മകളും ഒക്കെ 6 അടി മണ്ണുകൊണ്ട് അസ്തമിച്ചു പോകും. എന്നാൽ കൃപ പ്രാപിച്ച ദൈവവൈതലേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം കൂടാതെ ഒരു മനുഷ്യനും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ദൈവത്തെ കാണാനുള്ള കണ്ണാടി ശുദ്ധീകരണമാണ്. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടം ശുദ്ധീകരണമാണ്. ജഡത്തിലാണ് നമ്മൾ പാർക്കുന്നത്. പൗലോസ് പറയുന്നത്, നന്മ ചെയ്യാൻ എനിക്ക് എന്തുണ്ട്? ആഗ്രഹം ഉണ്ടെന്ന്. പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണം എന്റെ അവയവങ്ങളിലുണ്ട്. അതിനെ പിടിച്ചടക്കാൻ ഉയരത്തിൽ നിന്ന് എന്റെ കർത്താവ് എനിക്ക് കൃപ നൽകും. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത ചെറിയ ചിന്തകൾ പോലും ഓരോ ദിവസവും പിടിച്ചടക്കുന്നവർക്ക് മാത്രമേ ജയകരമായ ഒരാത്മീക ജീവിതം നയിക്കാൻ പറ്റൂ. ഹൃദയംഗമായി പ്രാർത്ഥിച്ചോണം. ഇവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം ഏതാണ്? ഉറക്കെ പറഞ്ഞേ, പാപം. മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തൊരു ചിന്ത പോലും, ഒരു വിചാരം പോലും, ഒരു നോട്ടം പോലും പാപമാണെന്ന് എന്റെ പ്രഖ്യാപനമല്ല, പുസ്തകത്തിന്റെ പ്രഖ്യാപനമാണ്. ഓരോ ദിവസവും ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അപ്പാ, ഞാൻ വിശുദ്ധനൊന്നുമല്ല, ഞാൻ പരിശുദ്ധനൊന്നുമല്ല, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത ഭൗതിക ശരീരത്തിലാണ് ഞാൻ പാർക്കുന്നത്. എന്നിൽ വാഴുന്ന ഒരു പാപവും എന്റെ നിത്യത നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കരുതേ. അതുകൊണ്ട് പാപത്തെ ഓരോ ദിവസവും കീഴ്പ്പെടുത്തി പാപത്തോട് പോരാടി ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അങ്ങയുടെ കൃപ എന്റെ മേൽ പകരണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചോണം. അപ്പൊ വിശ്വാസിയെ, ഈ ലോകത്തിൽ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം പറഞ്ഞേ, പാപം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. പാപം നമ്മുടെ അകത്തുള്ള ദൈവിക ദർശനത്തെയും ദൈവിക ചിന്തകളെയും ഇല്ലാതാക്കും. പാപം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കും. പാപം നമ്മുടെ വചനധ്യാനത്തെ ഇല്ലാതാക്കും. പാപം നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തും. പാപം നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തും. പാപം ആത്മീയരായ നമ്മെ ജഡീകരല്ല, അതിനപ്പുറത്ത് പ്രാകൃതരാക്കും. പാപം കെടാത്ത തീയും ചാകാത്ത പുഴുവും വമിക്കുന്ന കത്തുന്ന നരകത്തിന്റെ ഭീകരമായ അടിത്തട്ടിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് സ്വർഗ സിയോൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ലോകത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ സംഗതി പാപമാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏതോട് പ്രാർത്ഥിച്ചോണം, ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തണം, അങ്ങെത്തും വരെ അങ്ങനെ നടത്തണം. വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മുടെ കഴിവും അറിവും വിദ്യാഭ്യാസവും വിവരവും കൊണ്ടൊന്നും പറ്റിയല്ല. പറ്റുമോ? എന്നിലും ശക്തർ, എന്നിലും ഭക്തർ വീണ് തകർന്നീ പോർക്കളത്തിൽ. കരുത്തനായ അലക്സാണ്ടർ, ഹൂമനിയോസ് തുടങ്ങിയ വമ്പന്മാരുടെ നൗക തകർന്നുപോയ ലോകമാകുന്ന ഗംഭീര വാരിധിയിലാണ് നമ്മുടെ കൊച്ചു പടക് നമ്മൾ തുഴയുന്നത്. ഈ ലോകത്തിൻ്റെ ഗംഭീര വാരിധിയിൽ മലരിയുണ്ട്, ചുഴലിയുണ്ട്,
അടിയൊഴുക്കുകളുണ്ട്, തിരമാലകളുണ്ട്, പെരുങ്കാറ്റുകളുണ്ട്, കൂറ്റൻ വന്യജീവികൾ വിരഹിക്കുന്നുണ്ട്. തട്ടിയുടഞ്ഞ് തകർന്നു പോകാൻ ഈ യാത്രകളിൽ സാഹചര്യങ്ങൾ ഏറെയാണ്, സാധ്യതകൾ ഏറെയാണ്. ആമേൻ. അങ്ങ് ദൂരെ ഒരു മറുകരയുണ്ട്, അവിടെ ഒരു ലക്ഷ്യമുണ്ട്, അവിടെ ഒരു പ്രകാശമുണ്ട്. അവിടെ ചേരും വരെ തകർന്നു പോകാൻ അങ്ങ് എന്നെ അനുവദിക്കരുതെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറി ഞാൻ, ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറി ഞാൻ, അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാ. ഓ അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാ. കുരിശിന്റെ തണലാണെന്റെ അഭയം എന്നേശുനായക, തുണയെനിക്കേകിടേണമേ. അണയുന്നു പാദപീഠേ ഞാൻ, തുണയെനിക്കേകിടേണമേ. അണയുന്നു പാദപീഠേ. ലോകമാകുന്ന സമുദ്രത്തിലൂടെ അങ്ങ് ദൂരെ കാണുന്ന പ്രകാശത്തെ ലക്ഷ്യമാക്കി ഞാൻ ഓടുകയാണ്. നിന്റെ ലക്ഷ്യം അങ്ങ് ദൂരെ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം അകലമെന്ന് കണ്ടാൽ ചെറുതായി തോന്നും, അടുക്കുന്തോറും ആ പ്രകാശത്തിന്റെ പ്രഭ നിനക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. ആ പ്രകാശം നിത്യതയിലെ വിളക്കാണ്. അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല, അവിടെ രാത്രിയില്ല. ആ കുഞ്ഞാടാണ് അതിന്റെ വിളക്ക്. ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി വിശ്വസ്തയോടെ ഓടണം. മുറുകെ പിടിപ്പാൻ ഇവിടെ നമുക്ക് വ്യവസ്ഥയില്ലാത്ത ഒന്നാമത്തെ കാര്യം ഉറക്കെ ഒന്ന് പറഞ്ഞേ, പാവങ്ങളെ. ഇനി മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാർക്കുന്ന വീട്. അതിൻ്റെ മറ്റൊരു പര്യായം ഭൗതിക സമ്പത്ത്. ഇതിനെ നമ്മൾ മുറുകെ, വീടിനും സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടി മനുഷ്യൻ എന്തോരം പണമാണ്. ഇതിലുള്ളതുകൊണ്ടെല്ലാം ഒന്നും പറയാനും പറ്റില്ല. അത് ലൈവാണോ? പിന്നീട് പോവില്ല, അതല്ലേ വിഷയം. ഇതിനകത്ത് തന്നെ വെച്ചേക്കല്ലോ. മനുഷ്യൻ ഇതിനൊക്കെ വേണ്ടി എന്തോ ഓരോ കാര്യങ്ങളാണ് കളയുന്നില്ലേ, ഈ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി. സ്വത്രം. നമ്മളെല്ലാം സാധാരണക്കാരാണ്. ഞാൻ ഇനി നിങ്ങളോടെന്തോ പറയാൻ. നാളെ നമ്മുടെ സ്ഥിതി ദൈവം മാറ്റുമ്പോൾ ഒരു ചിന്ത നമ്മുടെ അകത്ത് വേണം. കോടികൾ പൊടിക്കുകയാണ് വീടിന്, ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ. അയ്യോ, 60, 70, 80 വർഷം കൊണ്ട് ചുരുങ്ങി അവസാനിക്കുന്നൊരു കൊച്ചു ജീവിതത്തിന് വേണ്ടി, അതിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി എന്താ പൊടിച്ചു കളയുന്നത്. ഇതിനെല്ലാം മുറുകെ പിടിക്കുക. അപ്പോൾ ഇവിടെ മുറുകെ പിടിപ്പാൻ നമുക്ക് പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്താ? പാർക്കുന്ന വീട് അല്ലെങ്കിൽ ഭൗതിക. അതിന് ആധാരമായിട്ടൊരു വാക്യം ഒന്ന് വായിച്ചേ. യോബിൻ്റെ പുസ്തകമല്ലേ ഞാൻ പറഞ്ഞത്? യോബിൻ്റെ പുസ്തകം റഫറൻസ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ. യോബ് 8:15. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കുകയില്ല. യോബിന്റെ കഷ്ടതയുടെ കഠിനമായ സന്ദർഭങ്ങളില് യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന തന്റെ പ്രാണസ്നേഹിതർ തനിക്കെതിരായി പറഞ്ഞ വാക്കായത്.
അവൻ തന്റെ വീടിനെ ആശ്രയിക്കും. സത്യത്തിൽ അയാൾ ഈ ലോകത്തിൽ ഒന്നിനെ ആശ്രയിച്ചിട്ടില്ല. അയാൾ ആശ്രയിച്ചത് വിളിച്ച ദൈവത്തിൽ മാത്രമാണ്. ബഹുസമ്പന്നനായിരുന്നു ഇയ്യോബ്. ആശ്രയിക്കാൻ സമ്പത്തും ആശ്രയിക്കുവാൻ ബന്ധങ്ങളും ആശ്രയിക്കുവാൻ സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇയ്യോബിന്റെ ആയുസ്സിന്റെ അവസാന നിമിഷം വരെ അവൻ ആശ്രയിച്ചത് സമ്പത്തിലല്ല, അവൻ ആശ്രയിച്ചത് വീടിനെയല്ല, അവൻ ആശ്രയിച്ചത് വിളിച്ച ദൈവത്തെയാണ്. ഇന്ന് പകലിലും ആശ്രയിക്കാൻ എനിക്ക് പലതുമുണ്ടെങ്കിലും എൻ്റെ ആശ്രയം ദൈവത്തിങ്കലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതം വിജയിച്ചു. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയമുള്ള ജനം ഭാഗ്യമുള്ളതാണ്. ദൈവത്തിൽ ആശ്രയമുള്ള ജനം യാത്രയുടെ ദൂരം കൊണ്ട് ക്ഷീണിച്ചു പോകുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതൽ പോരാട്ട വീതിയിൽ തകർന്നു പോകുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതൽ പാതിവഴിയിൽ അസ്തമിച്ചു പോകത്തില്ല. ഓ, ഇന്ന് പകൽ എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ധന്യരായി. മക്കളെ, ദൈവത്തിൽ ആശ്രയിച്ചോണം. റൂളി പെൻസിലാണെങ്കിലും നിന്റെ ആവശ്യം ഒരു ബോൾ പെന്നാണെങ്കിലും ആരിൽ ആശ്രയിച്ചോണം? പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും ദാനങ്ങൾ അനുഭവിപ്പാൻ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവർക്കെന്തും നേടിക്കൊടുക്കാൻ ഒരപ്പനുണ്ട്, അവർക്കെന്തും സാധിച്ചു കൊടുക്കാൻ ഒരമ്മയുണ്ടെന്ന ബോധം അവരെ അകത്തോട്ട് വരുമ്പോൾ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് കരസ്ഥമാക്കാൻ മക്കളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു മേടിക്കുന്നതിന്റെ മഹത്വം ഭയങ്കരമാ. യോബിനെ കുറിച്ച് അവൻ്റെ സ്നേഹിതര് കളവ് പറയുക. അവൻ തൻ്റെ വീടിനെ ആശ്രയിക്കും, അതോ എന്നിട്ട് പറയുക അവൻ അതിനെ മുറുകെ പിടിക്കും. ഒന്നിനെ മുറുകെ പിടിച്ചിട്ടില്ല. ജീവിതാവസാനം വരെ മുറുകെ പിടിച്ചത് എന്തിലാന്നറിയാമോ? വിളിച്ച ദൈവത്തിലാ. അവന്റെ കഷ്ടതയുടെ കഠിന ശോധനയിൽ അവനെ സമാശ്വസിപ്പിക്കുവാൻ വന്ന പ്രാണസ്നേഹിതൻ അവനെതിരായിട്ട് പറയുക, അവൻ തന്റെ വീടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. അവനതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. രണ്ട് പദങ്ങൾ ശ്രദ്ധേയമാ മക്കളെ. നിൽക്കയില്ല, പിന്നെ നിലനിൽക്കയില്ല. ഒന്ന് പറഞ്ഞേ, രണ്ട് പദങ്ങൾ. നിൽക്കയില്ല, ചൂടറക്ക പറഞ്ഞേ. ആ, എന്നെ തന്നെ വാദി പ്രതിയാക്കല്ലേ. നിൽക്കയില്ല. അപ്പൊ പ്രിയരേ, ഈ നിൽക്കാത്തതിനെയും നിലനിൽക്കാത്തതിനെയും മുറുകെ പിടിച്ചേ നിലനിൽക്കുന്ന നിത്യതയെ നമ്മൾ നഷ്ടമാക്കരുത്. ആമേൻ. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവര് നിൽക്കാത്തതിനെയും നിലനിൽപ്പില്ലാത്തതിനെയും മുറുകെ പിടിക്കുന്ന ഒരു കാഴ്ചയാ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാ, ഇവിടെ നിൽക്കാത്തതിനെയും ഇവിടെ നിലനിൽക്കാത്തതിനെയും മുറുകെ പിടിച്ച് നിത്യമായി നിലനിൽക്കുന്ന നിത്യതയെ ഞാനും നിങ്ങളും നഷ്ടമാക്കുന്നവരാകരുത്. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. 2018 വലിയ പ്രളയം ഉണ്ടായ ഇവിടെ ബാധകമല്ലായിരുന്നില്ലയോ? നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. 1973 സ്ഥാപിതമായ ഞങ്ങളുടെ അത്തിക്കയം പാലം, ചരിത്രത്തിൽ ആദ്യമായി അത്തിക്കയം പാലം കവിഞ്ഞു. നോക്കി നിൽക്കുമ്പം കൈവരിയോളം വെള്ളം. വെള്ളപ്പൊക്കമൊക്കെ ഞങ്ങൾക്ക് ആഘോഷം. കാര്യം ഞങ്ങൾ മലയോര മേഖലക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ആവേശമാണ്, പടിഞ്ഞാറുള്ളവർക്ക് പ്രാണവേദനയുമാണ്. കാര്യം ഇതെല്ലാം കൂടെ ഒഴുകി അങ്ങോട്ടല്ലേ ചെല്ലുന്നത്. ഞങ്ങളുടെ അവിടെ വെള്ളം അധികം നിൽക്കുകയില്ല. പാലം ഇങ്ങനെ മുട്ടി വെള്ളം വന്നപ്പോൾ ഞങ്ങൾ ആ കാഴ്ച കാണാൻ എല്ലാവരും പാലത്തെ കയറി. ഭയങ്കര സ്ട്രോങ് പാലമാണ്, പാറപ്പുറത്ത് പണിതേക്കുന്ന പാലമാണ്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക കേട്ടോ. ഗ്യാസ് കുറ്റി ഒഴുകി വരുന്നു, തേങ്ങ ഒഴുകി വരുന്നു, മാങ്ങ ഒഴുകി വരുന്നു, വിറക് ഒഴുകി വരുന്നു, കട്ടിലൊഴുകി വരുന്നു. ഒഴുകി വരുന്നതെല്ലാം ആൾക്കാർ. അപ്പോൾ എനിക്കൊരു ഗ്യാസ് കുറ്റി പിടിക്കണം എന്നുണ്ടായിരുന്നു. ഞാനൊരു കാലം കൂടെയൊക്കെ ആയിട്ട് നിന്നെങ്കിലും ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, നീ ഒരു ഉപദേശിയാ, നിനക്ക് നാണമില്ല ഇവിടാൻ ചോദിച്ചു. വല്ലവൻ്റെ ഗ്യാസ് കുറ്റി ഒഴുകി വരാൻ.
അന്നേരം ഞാൻ പുറകോട്ടേക്ക് മാറും. വീട്ടിലാണ് ഒരു കുറ്റി ഉള്ളു താനും. ഒന്നിന് അപേക്ഷ കൊടുത്തിട്ട് തരുന്നുമില്ല. ഫ്രീ ആയിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നതല്ലേ. നൂലെ കെട്ടിത്തരുമെന്നുണ്ട്, വെള്ളത്തിൽ കൂടെ ഒഴുക്കി തരുമെന്നില്ലല്ലോ. 2 വട്ടം ഗ്യാസ് കുറ്റി പിടിക്കാൻ ഞാൻ പോയെങ്കിലും മനസ്സിൽ നാണമില്ലെന്നൊരു ചോദ്യം. അന്നേരം ഞാൻ പുറകോട്ടേക്ക് മാറി. ഇഷ്ടംപോലെ പാസ്റ്റർമാർ 50 കുറ്റി വരെ പിടിച്ചവരുണ്ട്. ആ കുറ്റി പിടിച്ചിട്ട് ലേലം ചെയ്ത് കൊടുത്തവരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒഴുകി വരുന്ന തേങ്ങായും മാങ്ങായും ഗ്യാസ് കുറ്റിയും കട്ടിലും ഓടും ഷീറ്റും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ബംഗാളി സഹോദരനുണ്ടായിരുന്നു. അവനൊന്നും കിട്ടിയില്ല. മിടുക്കന്മാരെല്ലാം ഒഴുകി വരുന്ന പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു അലമാരി ഒഴുകി വരുന്നു. ഒഴുകി വരുന്ന കണ്ടപ്പോഴേ അവൻ പറഞ്ഞു, ഇത് ഞാൻ പിടിക്കും, ഇതെനിക്കാന്ന് പറഞ്ഞു. എല്ലാവരും പിടിച്ചോട്ടെ, നീ പിടിച്ചോളാൻ പറഞ്ഞു. നല്ല ചായക്കടയിലെ അലമാരിയായിരുന്നു. നല്ല തേക്കിൻ്റെ ഫ്രെയിമുള്ള നല്ല ഗ്ലാസ് ഉള്ളൊരു സുന്ദരൻ, ഇത്രയും പൊക്കമുള്ളൊരു നല്ലൊരു അലമാരി. ഇവൻ അലമാരി പിടിക്കുന്നത് കാണാൻ അതിൽ നിന്നിവൻ ആരുടെ കയ്യിൽ നിന്ന് കാലം കൂടെ മേടിച്ച് അലമാരി ഇങ്ങനെ വലിച്ചടിപ്പിച്ചപ്പോഴാണ് അലമാരിക്കകത്ത് അളിഞ്ഞൊരു 4 ബോണ്ട ഉണ്ടായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇവൻ അലമാരിയുടെ അടപ്പ് തുറന്നിട്ട് ആ 4 ബോണ്ട എടുത്തിട്ട് അലമാരി ഒഴുക്കി വിട്ടു. ഇവന് വേണ്ടിയത് ചില്ലിട്ട തേക്കിൻ്റെ അലമാരിയല്ല, ഇവന് വേണ്ടിയത് അതിനകത്തെ വളിച്ച ബോണ്ട. ഇവിടെ കെട്ടുപോകാനുള്ളതിനെ പിടിച്ചാൽ അവസ്ഥ അതാണ്. നിൽക്കാത്തതിനെ പിടിക്കരുത്, നിലനിൽക്കാത്തതിനെ പിടിക്കരുത്. ഇതിനെ രണ്ടിനെയും മുറുകെ പിടിച്ചാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നേക്കുമായി നിലനിൽക്കുന്ന നിത്യതയാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ടാ ഭക്തൻ പാടിയത്, ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ കരങ്ങൾ നടിച്ചു പാടുകേ. ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ പാടി വീഴ്ച സുന്ദര മനോഹരം അങ്ങേ പിരിഞ്ഞിലോ ചാരന്മാരെ മണ്ണെ പ്രതിമാണിക്കും പേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്കും പേടിയുകില്ല ഞാൻ. ഓ വെള്ളത്തിൽ കുമിള പോലെ പിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൽ കുമിള പോലെ പിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര ജാഗ്രതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്ക് പേടിയുകില്ല ഞാൻ. ഓ ഈ മണ്ണെ പ്രതിമാണിക്ക് പേടിയുകില്ല ഞാൻ. ഓ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാ. ഓ പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണേ മാണിക്കും പേടിയുകില്ല ഞാൻ. ഓ ഈ മണ്ണെ പ്രതിമാണിക്ക് പേടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ഇതൊരു വരികളാണ്. ജഡീക സുഖങ്ങൾ എന്നെ എതിരേറ്റാൽ ഞാനൊരു കാര്യം ചെയ്യും. സുന്ദരനായ മനോഹര, നിന്നെ പിരിഞ്ഞിട്ടുള്ള ഈ ലോകയാത്ര എനിക്ക് ചിന്തിപ്പാൻ പറ്റത്തില്ല. എന്റെ നിത്യതയെ കെടുത്തി കളയത്തക്ക ക്രമത്തിൽ വെള്ളത്തിലെ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ലോകത്തിന്റെ സുഖങ്ങൾ എന്നെ മുറുകെ പിടിച്ചാലും സുന്ദരര മനോഹര, നിന്നെ പിരിഞ്ഞുള്ള യാത്ര എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഈ യോഗയാത്രയിൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ കർത്താവ് മാത്രമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്ക് ഇവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, പാർക്കുന്ന വീട് ഭൗതിക സമ്പത്ത്. എന്തുകൊണ്ട് പാർക്കുന്ന വീടിനെ മുറുകെ പിടിക്കരുത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്? അതിന്റെ പിന്നിൽ 3 കാര്യമുണ്ട്. അത് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും മുറുകെ പിടിക്കരുതെന്ന വേദപുസ്തകം നമ്മളോട് കൃത്യമായി ഉപദേശിക്കുന്നതിൻ്റെ പിന്നിലെ 3 കാര്യം. ഒന്ന്,
ഇത് നിലനിൽക്കയില്ല. ഇതെന്ത് ചെയ്യത്തില്ല? നിലനിൽക്കുവോ? ഇവിടുത്തെ ഭൗതിക സമ്പത്ത് നിലനിൽക്കുവോ? പാർക്കുന്ന വീട് നിലനിൽക്കുവോ? മിണ്ടുന്നില്ലല്ലോ. ചെന്നിട്ട് വീടിന് തീയിട്ടേക്കല്ലേ കേട്ടോ. നിലനിൽക്കത്തില്ലെന്നും പറഞ്ഞു 2 ലിറ്റർ പെട്രോൾ മേടിച്ച് പാസ്റ്റർ വന്ന് പറഞ്ഞു ഇതൊന്നും നിലനിൽക്കത്തില്ലെന്ന് ഇനി കത്തിച്ചേക്കല്ലേ. നിലനിൽക്കത്തില്ല. ഇതെല്ലാം പോവും അല്ലേ? വിട്ടേ പറ്റത്തുള്ളൂ. കൊട്ടാരമായാലും വിട്ടേ മതിയാ. കോട്ടയ്ക്കകത്തും ആര് കയറും? 10,000 നില കെട്ടിപ്പടുത്തുയർത്തിയാലും അതിനകത്തും അവൻ വരും, കയറും, കയ്യെ പിടിക്കും, വാ പോകാം, നിലനിൽക്കത്തില്ലെന്ന്. 32-ാം വയസ്സിൽ ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ച മഹാനായ മനുഷ്യനാണ് അലക്സാണ്ടർ. ഒറ്റ പനി വന്ന് കൊണ്ടുപോയി. പനിയുടെ മറവിൽ മരണം വന്നിട്ട് കരുത്തനായ അലക്സാണ്ടറിന്റെ കയ്യിൽ പിടിച്ചു. വലത് കൈയിൽ ഉയർത്തിപ്പിടിച്ച ഉടവാള് കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച മഹാനായ ആ മനുഷ്യന്റെ വലം കൈയിൽ മരണം പിടിച്ചപ്പോൾ മരണത്തിന്റെ ബലമുള്ള തണുത്ത കൈക്കകത്ത് പപ്പടം പൊടിയുന്നപോലെ അലക്സാണ്ടർ പൊടിഞ്ഞുപോയി. കുട്ടിക്കൊണ്ടുപോയില്ലേ? മരിക്കുന്നതിന് മുമ്പ് പുത്രതുല്യം സ്നേഹിക്കുന്ന അംഗരക്ഷകരെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷ എന്ന് കേട്ടപ്പോൾ അംഗരക്ഷകർ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, പ്രഭു എന്താണ് അങ്ങ് പറയുന്നത്? ഇന്നലെ വരെ ആജ്ഞാപിക്കാൻ വാതുറന്ന് അങ്ങേക്ക് അപേക്ഷയെന്നോ? അതെ, അപേക്ഷ. മരിക്കും ഞാൻ. മരിച്ച ശേഷം എൻ്റെ ശവം പെട്ടിക്കകത്താക്കി അടക്കാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശവപ്പെട്ടിയുടെ 2 ഭാഗത്ത് 2 ദ്വാരമിടണം. കൈ വെളിയിലേക്ക് നഗ്നമായി കിടക്കണം. വെളിയിലേക്ക് വിരിഞ്ഞ് നഗ്നമായി കിടക്കുന്ന എൻ്റെ കയ്യ് ലോകത്തോട് പറയുന്ന സന്ദേശം, ഒന്നുമില്ലാതെ ഞാനിവിടെ വന്നു. സൈന്യബാഹുല്യം കൊണ്ടും അധികാരം കൊണ്ടും ആയുധം കൊണ്ടും ലോകത്തിന്റെ പകുതി വെട്ടിപ്പിടിച്ചു, കോടികൾ സമ്പാദിച്ചു. ഇവിടം വിട്ടു പോകുമ്പോൾ ഞാൻ വെട്ടിപ്പിടിച്ച ഒരു തുണ്ട് ഭൂമി എൻ്റെ കയ്യിലില്ല. ഞാൻ സമ്പാദിച്ച ഒരു തട്ട് നാണയം എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇത് നിലനിൽക്കാത്തതാണ്. ആമേൻ. കൈകൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. അപ്പൊ ഇതിനെ മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നതിന്റെ മുമ്പിലെ കാര്യം, നിലനിൽക്കത്തില്ല. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ. അറിയത്തില്ലേ ആ പാട്ട്? നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട്, നിത്യമായ വീട് എവിടെയാ? വാനലോകത്തിനപ്പുറത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തോ പ്രത്യാശയുടെ പാട്ടാണ്, നേരമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കുന്ന വീടില്ലല്ലോ. നമ്മുടെ വീട്, ആ നിത്യമായ വീട് എവിടെയാ? വാനലോകത്തിലാണ്. ഇതിനെ മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, നിലനിൽക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? അഴിഞ്ഞു പോകും. വസ്ത്രം അഴിഞ്ഞു പോകുന്നത് പോലെ, മരത്തിൽ ചുറ്റിയിരിക്കുന്ന കയർ അഴിഞ്ഞു പോകുന്ന പോലെ, ഒരു വസ്തുവിൽ ചേർത്ത് കെട്ടിയിരിക്കുന്ന ചെങ്ങല കാലപ്പഴക്കത്തിൽ ദ്രവിച്ചഴുകി പോകുന്നത് പോലെ ഇത് അഴിഞ്ഞു പോകാനുള്ളതാണ്. ഭൂമിയും അതിന്റെ പണിയും അഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ആ വചനം ചൂണ്ടിക്കാണിക്കുന്ന നിത്യതയാ. അതിനകത്ത് മുറുകെ പിടിച്ചോണം. ഇതിനെ മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. സ്വതന്ത്രം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോണം കേട്ടോ. കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു ഭവനം നമുക്കെവിടാ? റാസൽ കെമിയിലാണോ? ന്യൂയോർക്കിലാണോ? കാനഡയിലാണോ? അബുദാബിയിലാണോ? കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്കെവിടാ? ഉറക്കെയൊന്ന് പറഞ്ഞേ. സ്വർഗത്തിലുണ്ട്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പാർക്കുന്ന വീടിനെയും ഭൗതിക സമ്പത്തിനെയും ഞാനും നിങ്ങളും മുറുകെ പിടിക്കരുതെന്ന് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നതിന് പിമ്പിലെ മൂന്നാമത്തെ കാര്യം, കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു സുന്ദരമായ കെട്ടിടം കൃപ പ്രാപിച്ച ദൈവമൈതലേ, എനിക്കും നിനക്കും സ്വർഗത്തിലുണ്ട്. അത് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കൈപ്പണിയല്ലാത്ത, ഇവിടുത്തേതെല്ലാം കൈപ്പണിയായതാ. ഇവിടുത്തെ സിമെന്റിനും കമ്പിക്കും പശയ്ക്കുമൊക്കെ 16 വർഷമേ ഗ്യാരണ്ടി ഉള്ളൂ. അതുകൊണ്ട് വീട് വെക്കുമ്പോൾ തന്നെ ആളുകൾ മണ്ടയിൽ എന്ത് ചെയ്യും? റൂഫും കൂടിട്ടും. മഴവെള്ളം വീണ ഇതെല്ലാം ചോരും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട് പോയി കണ്ടു, വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുക. വലിയ വീടാണ്. അവിടെ ചെന്ന് മേടിക്കാനൊന്നും പോയി കണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവിടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ വീട് കണ്ടതാ. അമ്പോ എന്നൊരു വീടാ. 10 വർഷം ആയതേ ഉള്ളൂ, മൊത്തം ചോരാൻ തുടങ്ങി. ചോർച്ച കാരണം ആ വീട് വിൽക്കാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പണിയുന്ന വീട് 10 വർഷം കഴിയുമ്പോൾ, 16 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സിമെന്റിന്റെ പുളി നഷ്ടപ്പെട്ടിട്ട് ചോരാൻ തുടങ്ങും, പൊളിയാൻ തുടങ്ങും, അഴിയാൻ തുടങ്ങും, ഇടിഞ്ഞു വീഴാൻ തുടങ്ങും, നശിക്കുവാനും ദ്രവത്വം പിടിക്കുവാനും തുടങ്ങും. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമൈതലേ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന വീടിന്റെ പ്രത്യേകത കൈപ്പണിയല്ല. ആ വീട് ദൈവത്തിന്റെ ദാനമാണ്. ആ വീട് മനോഹരമാണ്. ആ വീട് സുന്ദരമാണ്. ആ വീട് അഴിഞ്ഞു പോകുന്ന ഭൗതികമാകുന്ന കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യമായ ഭവനം ആത്മക്കണ്ണുകൊണ്ട് കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതം ധന്യമാകുന്നത് സ്വർഗത്തിലെ വീട് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴാണ് കേട്ടോ. ഇവിടെ നമുക്ക് പലതുമില്ല എന്ന പരിമിതി ആ വീട് ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മാറും. അതുകൊണ്ട് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ 2 പറയുന്നുള്ളൂ. ഇനിയും മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങളിൽ ഒരെണ്ണം ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളിൽ 1 ഏതാണ്? ദൈവഭക്തിയെ മുറുകെ പിടിക്കണം. അതിനാധാരമായിട്ട് യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനമാണ്. ഒന്നുകൊണ്ട് താപ്പോട്ടൊന്ന് വായിച്ചേ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വിഷയം. യോബിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറയുക. അവൻ തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കളായ നമുക്ക് ഈ ഭൂമിയിൽ മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയുള്ള 7 കാര്യങ്ങളിൽ 1 നമ്മുടെ ദൈവത്തിലുള്ള ഭക്തിയെയാണ്. ഇന്ന് പകലിലും എൻ്റെ ദൈവത്തിങ്കലുള്ള ഭക്തിയെ ഞാൻ മുറുകെ പിടിക്കുന്നുവെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പോരാ ശക്തിയോടെ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇയ്യോബ് ഒന്നിൽ നിന്നും പിടിവിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇയ്യോബ് ഒന്നിൽ നിന്നും പിടിവിട്ടില്ല. വിളിച്ച ദൈവത്തിലുള്ള ഭക്തിയാണ്. സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞാലും, സന്ദർഭങ്ങളെല്ലാം പ്രതികൂലമായാലും, ഒരു തണ്ടിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി എറിയുന്നത് പോലെ ഒറ്റക്കെരിഞ്ഞു തീരേണ്ടി വന്നാലും വിളിച്ച ദൈവത്തിലുള്ള ഭക്തിയെ എക്കാലഘട്ടങ്ങളിലും മുറുകെ പിടിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്വർഗം ഇന്ന് പകൽ ആനന്ദിക്കുന്നു. അവരെ ഓർത്ത് സ്വർഗം ഇന്ന് പകൽ സന്തോഷിക്കുന്നു. ഭക്തിയെ മുറുകെ പിടിക്കുക. എന്താണ് ഭക്തി എന്ന് ഞാൻ ഒറ്റ വാക്കി പറയാം. അതിനു മുമ്പ് ആ വാക്യത്തിൽ നിന്ന് 1-2 കാര്യം ഒന്ന് പറയട്ടെ. ഉപവാസ പ്രാർത്ഥന കൂടിയല്ലയോ നമ്മൾ വായിച്ചത്? ഒരു ദിവസം ദൈവപുത്രന്മാരെല്ലാവരും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ ഇടയിൽ ഒരുത്തൻ ഞെളിഞ്ഞു നിൽക്കുക. അവൻ ആരാണ്? പറഞ്ഞേ. സാത്താൻ. വായിച്ചു കേട്ടില്ലയോ? ദൈവപുത്രന്മാരെല്ലാം കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ ഒരുത്തൻ അവരുടെ ഇടയിൽ കയറി നിൽക്കുക. ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ ആരാ? പറഞ്ഞേ. എൻ്റെ ദൈവമേ, എവിടെല്ലാം അവൻ കയറി നിൽക്കുന്നില്ലേ?
ഗ്യാപ്പ് എവിടെ കിട്ടിയാലും അവിടെ എല്ലാം കയറുന്ന നാണം കെട്ടൊരുത്തനാണ് ആര്? സൂക്ഷിച്ചോണം. എവിടെല്ലാം കയറാൻ അവന് വിടവുണ്ടോ ഗ്യാപ്പുണ്ടോ അവിടെ എല്ലാം അവൻ കയറും. കുടുംബജീവിതത്തിൽ കയറാൻ പറ്റിയാൽ അവിടെ അവൻ കയറും. തലമുറയുടെ ഭാവിയെ കയറാൻ പറ്റിയാൽ അവിടെ അവൻ കയറും. സഭയുടെ പുൽപ്പിറ്റിൽ കയറാൻ അവന് ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ അവൻ കയറും. വിശ്വാസ ഭവനങ്ങളുടെ ഐക്യതയ്ക്കകത്ത് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ അവൻ കയറും. നിന്നെ മുച്ചൂട് മുടിപ്പിക്കാൻ എവിടെല്ലാം അവസരമുണ്ടോ അവിടെല്ലാം അവൻ കയറും. ശത്രു ഒരു സ്ഥലത്തും കയറാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, കോട്ട കെട്ടിക്കോണം. ഏത് കോട്ടയാണ്? സിമെന്റും ഹോളോ ബ്ലോക്ക് കട്ടയിറക്കിയുള്ള കോട്ടയല്ല. ശത്രു നിന്നിലും നിന്റെ തലമുറയിലും വാഗ്ദത്തങ്ങളിലും സഭയിലും ശുശ്രൂഷയിലും നന്മകളിലും കയറാതിരിക്കാൻ സുന്ദരമായ ഒരു കോട്ടയുണ്ട്, പഴുതടച്ചൊരു കോട്ട. ആ കോട്ട ഏതാ? ഹാബേലിന്റെ രക്തത്തേക്ക് ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമെന്ന കോട്ട. പിശാചി പേടിക്കുന്ന ഒന്നാണ് യേശുവിന്റെ രക്തം. കൃപ 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 കൃപ. പ്രസംഗിക്കുന്നവന്റെ മുമ്പിൽ അവൻ നിൽക്കും, പാടുന്നവന്റെ മുമ്പിൽ അവൻ നിൽക്കും, പഠിപ്പുള്ളവന്റെ മുമ്പിൽ അവൻ നിൽക്കും, പിടിപാടുള്ളവന്റെ മുമ്പിൽ അവൻ നിൽക്കും, സ്വാധീനമുള്ളവന്റെ മുമ്പിൽ അവൻ നിൽക്കും. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ അന്ധകാര മണ്ഡലങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ തലമുറയുടെ ഭാവിയെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. നിന്റെ വാഹനത്തെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. നിന്റെ ശുശ്രൂഷയെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബ ജീവിതത്തെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. നിന്റെ ആയുസ്സിനെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. നിന്റെ ജോലിയെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തിൽ അല്പനിമിഷം ബലപ്പെട്ടാട്ടെ. യേശുവിന്റെ രക്തത്തിൽ അല്പനിമിഷം ശക്തിപ്പെട്ടാട്ടെ. കൃപ 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 കൃപ. പ്രവാചകൻ വിളിച്ചു പറയുന്നത് കോട്ട അരമുറുക്കുക. പ്രവാചകൻ വിളിച്ചു പറയുന്നത് സംഹാരകം നിനക്കെതിരെ കടന്നു വരുന്നു, സംഹാരകം നിനക്കെതിരെ കയറി വരുന്നു. അരമുറുക്ക്, കോട്ട കാക്ക്, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കൂ. ശത്രുവായവൻ ഒരുക്കുന്നതിലെ അപകടങ്ങൾ ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. ശത്രുവായവൻ ഒരുക്കുന്നതിലെ ആക്സിഡന്റുകൾ ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. ശത്രുവായവൻ ഒരുക്കുന്നതിലെ മരണത്തിന്റെ കെണികൾ പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. അത് നമ്മളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് രക്തത്തിന്റെ കോട്ട ഇന്ന് പകൽ പ്രാർത്ഥനയിൽ കെട്ടുക. യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങളെ ശാസിക്കുന്നു, അപകടങ്ങളെ ശാസിക്കുന്നു. രക്തത്തിന്റെ കോട്ട കെട്ടിക്കോണം. ദൈവപുത്രന്മാരെല്ലാം കൂടെ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് നിൽക്കുന്ന പുള്ളി ആരാ? ദൈവം അവനെ കണ്ടു. കണ്ടിട്ട് ദൈവം സാത്താനോട് രണ്ട് ചോദ്യം കൂടെ ചോദിച്ചു. എന്നാ ചോദ്യമായിരുന്നറിയാം? ആ രണ്ടാമത്തെ ചോദ്യം എനിക്ക് വേണ്ടി ചോദിച്ചതാന്ന് പറഞ്ഞ ആ ചോദ്യത്തെ ഞാൻ നെഞ്ചോട് ചേർത്തങ്ങ് വെക്കുക. നിങ്ങളും നിങ്ങളോടുള്ള ബന്ധത്തിൽ ചോദിച്ചതെന്ന് പറഞ്ഞ ആ ചോദ്യത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സ്വത്തായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചോണം. ചോദ്യം ഒന്ന്, നീ എവിടുന്നാ വരുന്നേ? പിശാചിന്റെ ഉൽപ്പത്തി അറിയാവുന്നവൻ, അവൻ എങ്ങനെയാ ഉണ്ടായതെന്നറിയാവുന്നവൻ പിശാചിനോട് ചോദിക്കുക, നീയെ എവിടുന്നാ വരുന്നേ? ഉടനെ മറുപടി എന്നാ? ഞാൻ ഭൂമിയൊക്കെയും ആചാര്യയുടെ ഭാഷ പറഞ്ഞാൽ 5 വൻകരകളിലും അടിച്ചു മിന്നിട്ട് വരിക. സകല മേഖലകളിലും അടിച്ചു മിന്നി ദൈവപുത്രന്മാർക്കൊപ്പം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന പിശാചിനോട് തമ്പുരാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അവൻ്റെ അടിവേരിളകിപ്പോയി. രണ്ടാമത്തെ ചോദ്യം എന്നാണെന്നറിയാമോ? നീ എൻ്റെ ദാസനാകുന്ന ഇയ്യോബിൻ്റെ മേൽ നോട്ടമിട്ടോ? എടാ, എൻ്റെ ചെറുക്കൻ്റെ മേൽ നോട്ടമിട്ടോന്ന്.
ഭക്തനായ, നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷം വിട്ടകലുന്നവനായ, ഭക്തി മുറുകെ പിടിക്കുന്നവനായ എൻ്റെ മകന്റെ മേൽ നീ നോട്ടമിട്ടോ. പോരാ, കൈകൾ അടിച്ച് ആത്മാവിലെ യെസ് എന്റെ ദാസനാകുന്ന ഇയ്യോബിന്റെ മേൽ നീ നോട്ടമിട്ടോ. പ്രിയരേ, അപ്പൊ ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് ഇയ്യോബ് കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവന്റെ ഭാര്യ കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവന്റെ മക്കൾ കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവന്റെ കൂടപ്പിറപ്പുകൾ കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് അവന്റെ സ്നേഹിതര് കണ്ടില്ല. ഇയ്യോബിന്റെ മേൽ പിശാച് നോട്ടമിട്ടത് ആരും കണ്ടില്ലെങ്കിലും അവന്റെ സൃഷ്ടാവായ ദൈവം കണ്ടു. ആമേൻ. എന്തിനാ ഇയ്യോബിന്റെ മേൽ നോട്ടമിട്ടത്? ദുഷ്ടനായ പിശാച് ഭക്തനായ ഇയ്യോബിന്റെ മേൽ നോട്ടമിട്ടത് അവനെ ഗുണം പിടിപ്പിക്കാനല്ല, അവനെ നന്നാക്കാനല്ല, അവനെ മുടിക്കാനാണ്. മുച്ചൂട് മുടിക്കാനാ. എന്തൊക്കെ മുടിക്കണം? 1, വീട് മുടിക്കണം. 2, സമ്പത്ത് മുടിക്കണം. 3, തലമുറകളെ മുടിക്കണം. 4, സ്നേഹബന്ധത്തെ മുടിക്കണം. 5, അവന്റെ ശരീരത്തെ മുടിക്കണം. 6, അവന്റെ കുടുംബ ജീവിതത്തെ മുടിക്കണം. 7, അവങ്കലുള്ള ദൈവഭക്തിയെ മുടിക്കണം. ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യനെ, നിഷ്കളങ്കനായ മനുഷ്യനെ, നേരുള്ള മനുഷ്യനെ, ദോഷം വിട്ടകലുന്ന മനുഷ്യനെ മുച്ചൂടും മുടിച്ച് തരിപ്പണമാക്കാൻ ആരും അറിയാതെ അവന്റെ മേൽ നോട്ടമിട്ട പിശാചിന്റെ കണ്ണുകളെ കണ്ട അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തെ ഈ പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഇന്ന് പകൽ ആരും അറിയാതെ നിന്നെ തകർക്കുക, നിന്റെ കുടുംബത്തെ തകർക്കുക, നിന്റെ നന്മകളെ തകർക്കുക, നിന്റെ തലമുറയെ തകർക്കുക, നിന്റെ ശരീരത്തെ തകർക്കുക, നിന്റെ ബന്ധങ്ങളെ തകർക്കുക, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുക, നിന്റെ ഭാവിയെ തകർക്കുക, നിന്റെ ഭക്തിയെ തകർക്കുക, നിന്റെ ശുശ്രൂഷയെ തകർക്കുക. നിന്റെ മേലാരും അറിയാതെ നോട്ടമിട്ട അന്ധകാരത്തിന്റെ പോരാട്ടങ്ങളെ അഴിക്കുന്ന ഒരു ദൈവശക്തി നിന്നെ തകർത്തി കളയാം. നിന്നെ നോട്ടമിട്ട ദുഷ്ടവ്യാപാരങ്ങളുടെ കണ്ണുകളെ കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം ഇന്ന് പകൽ നമ്മുടെ ദൈവം. ബലപ്പെടുക, ബലപ്പെടുക, ബലപ്പെടുക. നീ ഭക്തനാണെങ്കിൽ ബലപ്പെടുക, നീ നിഷ്കളങ്കനാണെങ്കിൽ ബലപ്പെടുക, നീ നേരുള്ളവനാണെങ്കിൽ ബലപ്പെടുക, നീ ദോഷം വിട്ടകലുന്നവനാണെങ്കിൽ ബലപ്പെടുക, നീ ഭക്തിയെ മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ ബലപ്പെടുക. ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു? എന്റെ കർത്താവിന്റെ ദൃഷ്ടി എന്റെ മേലുണ്ടെന്ന് ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്, ഞാൻ എഴുന്നേൽക്കുന്നത് അവൻ കാണുന്നുണ്ട്, ഞാൻ പോകുന്നത് അവൻ കാണുന്നുണ്ട്, ഞാൻ വരുന്നത് അവൻ കാണുന്നുണ്ട്. എന്റെ ഇരിപ്പും കടപ്പും അവന്റെ ദൃഷ്ടിയിലുണ്ട്. തങ്ങൾ ഏകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് തന്റെ ഭക്തന്മാരുടെ മേൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ധൈര്യപ്പെടുക. നീ ഭക്തിയെ മുറുകെ പിടിക്കുന്ന, നീ നിഷ്കളങ്കനായ, നീ ദോഷം വിട്ടകലുന്ന, നീ വിശ്വസ്തനായ ഒരു ദൈവ പൈതലാണെങ്കിൽ ഭാരപ്പെടണ്ട. അവന്റെ നോട്ടം നമ്മുടെ മേലുണ്ട്. ഏത് CCTVക്കും ഒപ്പിയെടുക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. ഏത് റിവേഴ്സ് ക്യാമറയ്ക്കും കാണാൻ കഴിയാത്തത് ദൈവത്തിന്റെ തീജ്വാലയ്ക്കത്തുള്ള കണ്ണ് കാണും. എവിടെയാ നിന്നെ തകർത്ത് കളയാൻ അവൻ പദ്ധതി ഒരുക്കുന്നത്, ഏത് ജംഗ്ഷനിലാണ്, ഏത് മേഖലകളിലാണ്, ഏതിടങ്ങളിലാണ്, ഏത് വിഷയത്തിലാണ്.
നിന്നെ അസ്തമിപ്പിക്കുവാൻ അവൻ പദ്ധതികൾ ഒരുക്കുന്നത്. ആ വിഷയത്തിൽ നിനക്ക് ജയം നൽകാൻ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. എത്ര നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം, ഇല്ലേ? ആണ്ടിനും സംക്രാന്തിക്കും മാത്രമല്ല നമ്മെ നോക്കുന്നത്, എനി ടൈം എവറി ടൈം, എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അതാ പാട്ടുകാരൻ പാടിയത്, ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കോ. ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എന്റെ മേൽ വെച്ച് ഇഷ്ടമായിട്ട് എന്നെ നോക്കുന്ന എന്റെ ദൈവത്തിന് എന്താണ്? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ആമേൻ. ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ പിശാച് തകർത്ത് തരിപ്പണമാക്കാൻ, എല്ലാം മുടിച്ച് മുച്ചൂടും തകർക്കാൻ നോട്ടമിട്ട ഇയ്യോബിനെ കുറിച്ച് ദൈവം പിശാചിനോട് പറയുക, നീ തകർത്ത് കളയാൻ നാളുകളായി നോട്ടമിട്ടവൻ ആരാന്നറിയാമോ? ഹല്ലേലൂയ. അവനെ പോലെ നിഷ്കളങ്കൻ, അവനെ പോലെ നേരുള്ളവൻ, അവനെ പോലെ ദോഷം വിട്ടകലുന്നവൻ, അവനെ പോലെ ദൈവഭക്തൻ ഭൂമിയിൽ വേറാരുമില്ല. അതാണ് വിശ്വസ്തൻ എന്ന് പറയുന്നില്ലേ? എന്താ ഈ വിശ്വസ്തത? വിശ്വസ്തത എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നതല്ല. അത് ആർക്കും എന്ത് ചെയ്യാം? പിന്നെ അല്ല, അന്യഭാഷയൊന്നും അന്യഭാഷ ചുമ്മാ അടിച്ചു വിടുന്നവരുണ്ട്. വിശ്വസ്തത എന്ന് പറയുന്നത് കൈയടിക്കുന്നതോ കസേര പിടിക്കുന്നതോ അല്ല. ആത്മാവ് ഇറങ്ങിയാൽ ചിലടത്ത് കസേരയല്ല എന്ത് ചെയ്യും? പിടിക്കും. ഇവിടെയും കസേരയല്ലേ? കസേര പിടിക്കുന്ന ആത്മാവൊന്നും വേണ്ട. ആത്മാവ് നശിപ്പിക്കുന്നതല്ല, ആത്മാവ് എന്ത് ചെയ്യാണ്? നാളെ ഒരാളെ ചെറുക്കി 7 കുത്തിക്കെട്ടിങ്ങനെ മാസ്ക് വെച്ചോണ്ടിരും. അന്ന് കൊറോണയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? മാസ്ക് ഊരി കാണിച്ച് ഞെട്ടിപ്പോയി. 7 തുന്നലിങ്ങനെ. ആത്മപകർച്ച ഉണ്ടായതാന്ന് പറഞ്ഞു. ആത്മപകർച്ച ഉണ്ടായി താഴോട്ട് വീണപ്പോൾ ഇതുപോലൊരു കോർണറിൽ ചെന്നാൽ മൂക്കിടിച്ചേ. ചത്തുപോകാഞ്ഞ കാര്യമായി. ആത്മാവാരും തള്ളിയിട്ട് മുറിക്കുമോ? മുറി വെട്ടുന്നതാണല്ലേ ദൈവം. സ്തോത്രം. അപ്പോൾ ഇയ്യോബിനെ കുറിച്ച് ദൈവം അത്രയും സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇയ്യോബ് വിശ്വസ്തൻ. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഈ ദൈവം സങ്കീർത്തനത്തിൽ കാണുന്ന വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുക. അപ്പം വീക്ഷാഗോപുരത്തിൽ നിന്നും ഒരു രാജാവ് പ്രജകളെ വീക്ഷിക്കുന്നത് പോലെ സ്വർഗമാകുന്ന വീക്ഷാഗോപുരത്തിൽ നിന്നും ആ മഹാദൈവം ഭൂമിയിൽ നോക്കുക. വിശ്വസ്തന്മാർ ഉണ്ടോ? ഈ വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ ഈ ബഹളം വെക്കുന്നതോ ഒന്നുമല്ല വിശ്വസ്തത. ദൈവത്തെ ആരാധിക്കുന്നതല്ല വിശ്വസ്തത, അത് ആരാധനയാണ്. അന്യഭാഷ പറയുന്നതല്ല വിശ്വസ്തത, സ്വത്രാശി ഇടുന്നതല്ല വിശ്വസ്തത. വിശ്വസ്തയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മെ വിശ്വസിക്കുന്നതാണ് വിശ്വസ്തത.
ദൈവത്തിന് നമ്മെ വിശ്വാസമാകണം. അപ്പോഴാണ് നമ്മൾ വിശ്വസ്തന്മാരുടെ ലിസ്റ്റിലേക്ക് വരുന്നത്. ആ ഒരു തലത്തിലേക്ക് ഈ 7 ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീക ജീവിതം പണിയപ്പെടണം. യോബിനെ കുറിച്ച് തമ്പുരാൻ പറയുക, അവനെ നീ തകർത്ത് കളയാൻ നോട്ടമിട്ടവൻ ആരാന്നറിയാമോ? എൻ്റെ ചെറുക്കനെ പോലെ നിഷ്കളങ്കൻ, എൻ്റെ ചെറുക്കനെ പോലെ നേരുള്ളവൻ, എൻ്റെ ചെറുക്കനെ പോലെ ദോഷം വിട്ടകലുന്നവൻ ഈ ഭൂമിയിൽ മറ്റൊരുത്തനുമില്ല. എന്നിട്ട് ദൈവം പറയുക, അവൻ തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് മുറുകെ പിടിപ്പാൻ വ്യവസ്ഥയുള്ള ഒന്നാമത്തെ സംഗതി എന്താണ്? ഉറക്കിയെന്ന് പറഞ്ഞേ, ദൈവത്തെങ്കിലുള്ള ഭക്തിയാണ്. എന്താ ഭക്തി? ഭക്തിയെക്കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താൻ പോവാ. എന്താ ഭക്തി? ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിക്കുന്നതല്ല ഭക്തിയാണോ? അല്ല അല്ല അല്ല. ചിലർക്ക് വെള്ളയിടുന്നത് മാത്രമാണ്. ഞാനീ വെള്ളയിടാറുള്ളൂ. ഭക്തിയുടെ മാനദണ്ഡമായിട്ട് ഒരിക്കലും ഞാൻ വെള്ളം എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച എല്ലാവരും കറുപ്പിട്ടുകൊണ്ട് വരില്ല കേട്ടോ. പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് പിന്നെയും ആത്മീയമായിട്ട് ബന്ധം പുലർത്താനുള്ളതാണ്. ഞാൻ വിവാദം ഉണ്ടാക്കുകയല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നതല്ല എന്ത്? ഭക്തി. ചിലർക്ക് ക്ലീൻ ഷേവ് ചെയ്യുന്ന അത് മാത്രമാണ് ഭക്തി. വെള്ള മാത്രമാണ് ഭക്തിയെങ്കിൽ സാധു സുന്ദർ സിംഗിനെയൊക്കെ ഇന്നത്തെ ആൾക്കാർ എന്തോ ചെയ്തനെ അല്ലേ? അദ്ദേഹം ധരിച്ചത് കാവ്യവസ്ത്രമാണ്. പരമ്പരാഗതമായ ദാടിയും തലപ്പാവും ഒക്കെ അദ്ദേഹത്തിന് നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു മിഷണറിയാണ് അദ്ദേഹം, സാധു സുന്ദർ സിംഗ്. ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിൽ മാത്രം ആശ്രയിക്കുന്നില്ല ഭക്തി. പണ്ടൊരു അപ്പച്ചനെ ഞാൻ മീൻ വിളമ്പി കൊടുത്തു. 94 വയസ്സുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാണ്. 70 വർഷമായിട്ട് 75 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ നല്ലൊരു കഷണം നെൻമീന് അപ്പച്ചൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എന്നെ ശാസിച്ചു. എന്തിനാ ഇത്? ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എന്താ ഇത്ര മീനിനോട് മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇഞ്ചമ്മ ശത്രുത്വം വല്ലതും ഉണ്ടോ? പുള്ളി പറഞ്ഞു, ഞാൻ കൂട്ടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോരെ. അവസാനം ഞാൻ ചോദിച്ചു, എന്തായി മീൻ കൂട്ടാത്തത്? ഉടനെ പറഞ്ഞു, പത്രോസ് പടകും വലയും ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ മീൻ കൂട്ടുകയില്ല. അപ്പച്ചൻ ഭക്തിക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം അതാ. അപ്പോൾ എൻ്റെ പ്രിയരെ, നമ്മുടെ ബലഹീനമായ ചിന്തയിൽ അതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഊന്നൽ കൊടുക്കുന്നതല്ല എന്ത്? ഭക്തി. സ്തോത്രം. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേൻ. ഭക്തിക്ക് ഘടകങ്ങളുണ്ട് കേട്ടോ. ഭക്തിക്ക് പ്രവൃത്തിയുണ്ട്, ഭക്തിക്ക് ദൃഢനിശ്ചയമുണ്ട്. 3 ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. എന്താണ് ഭക്തിയുടെ ഘടകം? ശരിയായ വിശ്വാസവും ശരിയായ പ്രവൃത്തിയും ഭക്തിയുടെ ഘടകങ്ങളാണ്. ആമേൻ. ഗ്രീക്കിലൊരു വാക്കുണ്ട്, യൂസേബയ, ആശ്രയിക്കുക, സേവിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആശ്രയിക്കുക, സേവിക്കുക എന്നർത്ഥമുള്ള പച്ച് ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന പദത്തിന്റെ ഉൽപ്പത്തി. എന്താ ഭക്തി? ഭക്തിയുടെ പ്രവൃത്തിയെക്കുറിച്ച് യാക്കോബ് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ മുൻപാകെയുള്ള നിഷ്കളങ്കവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാദരയും അവിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. കൈയടിക്കുന്നത് മാത്രമല്ല ഭക്തി, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് മാത്രമല്ല ഭക്തി. അനാഥരുണ്ട്, വിധവമാരുണ്ട്, സാധുക്കളുണ്ട്. അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കണ്ട് നമ്മളാൽ കഴിയുന്ന കൈത്താങ്ങൽ ആത്മീകമായും ഭൗതികമായി അവർക്ക് കൊടുത്ത് അവരെ ചേർത്ത് നിർത്തുന്നത് ഭക്തിയുടെ പ്രവൃത്തിയാണ്. ഇത് അന്യഭാഷ പറയുകയും ചെയ്യും, ആരാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ കാര്യമല്ല, കോമണായിട്ട് ഞാൻ പറയാം. അറുത്ത കൈക്ക് ഉപ്പും തേക്കുകയല്ല. അത് ഭക്തിയാണോ? അല്ല. ഭക്തിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് സാധുക്കളും ബലഹീനരും ഇല്ലാത്തവരും മുട്ടുള്ളവരും ഉണ്ട്. കാണണം, ചേർത്ത് പിടിക്കണം. ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് തമ്പുരാൻ തന്ന നന്മയുടെ ഒരു പങ്ക് അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് ഭക്തിയുടെ പ്രവൃത്തിയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. തിരുവത്താഴം നൽകുന്ന ഗംഭീരമായ സന്ദേശം പങ്കുവെക്കലാണ്. തിരുവത്താഴം രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളതല്ല. തിരുവത്താഴം എടുത്ത് ക്യാൻസർ മാറിയവരുണ്ട്. അതുകൊണ്ട് ക്യാൻസർ മാറാനുള്ള രോഗശാന്തിയാന്ന് പറഞ്ഞ് തിരുവത്താഴം കൊടുക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? പാപമോചനത്തിനല്ല തിരുവത്താഴം. തിരുവത്താഴം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കാനുള്ളത്.
അപ്പൊ തിരുവത്താഴം എടുക്കുന്നതിലുള്ള രോഗങ്ങൾ മാറിയിട്ടുണ്ട്, ബന്ധനം കഴിഞ്ഞിട്ടുണ്ട്. തിരുവത്താഴം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പങ്കുവെക്കലാണ്. 40 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ തിരുവത്താഴത്തിന് മുറിക്കുന്നത് 40 റൊട്ടിയല്ല, 40 ബന്നല്ല, ഒരെണ്ണമാ. ഒരുത്തൻ ഒരു ബന്ന് അഭിഷക്തൻ കയ്യിലേക്ക് എടുത്ത് നുറുക്കുമ്പോൾ 40 പേരുടെയും ചുണ്ടിൽ ആ ബന്നെത്തിയ ശേഷം നീതി വരിക. ഇതുപോലെ തന്നെ കാൽവറിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നുറുങ്ങപ്പെട്ടു. അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചു. ആത്മീക ജീവിതം ധന്യമാകുന്നത് പങ്കുവെക്കലിലൂടെയാണ്. തമ്പുരാൻ തരുന്ന സമയം, തമ്പുരാൻ തരുന്ന സമ്പത്ത്, തമ്പുരാൻ തരുന്ന നന്മ മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുന്നതാണ് ഭക്തിയുടെ പ്രവൃത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിർത്താം. 1:30 വരെയായിരുന്നു അല്ലേ? ഇതിനകത്ത് ഞാൻ കണ്ട സമയം 1:30 വരെയാ കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നിർത്താം. ആമേൻ. ദൈവ സമയം പാലിക്കുന്നവനാണല്ലോ. 1 മിനിറ്റിനകത്ത് എന്തായാലും 2 നല്ല കറക്റ്റ് ടൈമാണ് കേട്ടോ. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഭക്തിയുടെ ഘടകമുണ്ട്, ഭക്തിയുടെ പ്രവർത്തി. ഈ ഭക്തിയുടെ ദൃഢനിശ്ചയം, ഭക്തിയുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഒന്ന് കേട്ടെ. യോ ഭക്തനായിരുന്നു, ഭക്തി മുറുകെ പിടിച്ചു. ആരാ സാക്ഷ്യം പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റാണോ? യോ ഭക്തനായിരുന്നെന്നും ഭക്തി മുറുകെ പിടിച്ചെന്നും ആരാ സാക്ഷ്യം പറഞ്ഞത്? ദൈവം. ഈ ഭക്തനായിരുന്നെന്നും ഭക്തി മുറുകെ പിടിച്ചെന്നും ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞ ഇയ്യോബിൻ്റെ അരിക്കൽ അവൻ്റെ ഭാര്യ വന്നൊരിക്കൽ ഒരു ഉപദേശം കൊടുക്കുക. നല്ല കാലത്തല്ല, എല്ലാം നഷ്ടപ്പെട്ട് കുഴിപ്പരു ബാധിച്ചു, വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ, വെള്ളം പോലും കുടിക്കാൻ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, തൻ്റെ ശ്വാസം പോലും തനിക്ക് അസ്വസ്ഥതയായി തോന്നുന്ന അസഹനീയമായ വേദനകളുടെ നടുവിൽ ഓട്ട് കഷണം കൊണ്ട് ചുരണ്ടി ശരീരം ഇളക്കുമ്പോൾ തൻ്റെ ഭാര്യ ഈറ്റപ്പുലിയെ പോലെ പാഞ്ഞു വന്ന് തന്നെ ഒരു നോട്ടം നോക്കി. എല്ലാം നഷ്ടമായി, വീട് വീണ് കേട്ടോ, സമ്പത്തെല്ലാം പോയി, 10 മക്കൾ മരിച്ചു, 10 ശവമടക്കി, സ്നേഹിതര് തള്ളിക്കളഞ്ഞു, കൂടപ്പറപ്പുകൾ മാറി, ശരീരവും ഏറെക്കുറെ പോയി, ഇനി മാറാൻ ഭാര്യയുള്ളൂ. അവളും അവസാന സമയത്ത് മുമ്പിൽ വന്നിട്ട് അവനെ അടിമുടി ഒരു നോട്ടം നോക്കിയിട്ട് പറയുക, ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാം പോയില്ലേ, ഇനിയെങ്കിലും ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകളയടോ. വീട് പോയപ്പോഴും, മക്കൾ പോയപ്പോഴും, സമ്പത്ത് പോയപ്പോഴും, കൂട്ടുകാർ പോയപ്പോഴും, ശരീരം പോയപ്പോഴും മുറുകെ പിടിച്ചോണ്ടിരിക്കുക ഭക്തിയിൽ. ഇനിയെങ്കിലും തള്ളിക്കള, പോയി ചത്തുകള. അതിന് ഇയ്യോബ് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? അതാണ് ഭക്തിയുടെ ദൃഢനിശ്ചയം. അവൻ എന്നെ കൊന്നാലും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തോ. ജീവിതത്തിന്റെ എല്ലാ സമരമുഖങ്ങളിലും, ഒറ്റപ്പെടലുകളിലും, കഷ്ടതകളിലും വിളിച്ച ദൈവത്തിലുള്ള ഭക്തിയെ മാത്രം ആ ഭക്തൻ മുറുകെ പിടിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു 42-ാം അധ്യായം തുറന്നു. ആ 42-ാം അധ്യായം മരണത്തിന്റെ ഗന്ധമുള്ള അധ്യായമല്ല. 42-ാം അധ്യായം നഷ്ടത്തിന്റെ കാറ്റുകൾ നിറഞ്ഞ അധ്യായമല്ല. 42-ാം അധ്യായം കുഴിപ്പരുവുകളുടെ പഴുത്ത ദുർഗന്ധം വമിക്കുന്ന മണമുള്ള അധ്യായമല്ല. 42-ാം അധ്യായം കണ്ണുനീരിന്റെ അധ്യായമല്ല. ഒരു തളർപ്പിന്റെ അധ്യായമാ, ഒരു കിളിർപ്പിന്റെ അധ്യായമാ. എന്തെല്ലാം നഷ്ടപ്പെട്ടു, അത് ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. ദൈവത്തിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്ന ദൈവവൈതലേ, എന്നും കൈപ്പല്ല്, എന്നും അപമാനമല്ല, എന്നും നിന്ദയല്ല, എന്നും മരണമല്ല, എന്നും വേദനയല്ല. നിന്റെ കയ്പുകൾ മധുരമാകുന്ന, നിന്റെ കൂരിരുകൾ പ്രകാശിക്കുന്ന, നിന്റെ നഷ്ടങ്ങൾ ലാഭമാകുന്ന, നിന്റെ താഴ്ചകൾ സമൃദ്ധിയുടെ മേടാകുന്ന ഒരു ദിവസം നിനക്കുണ്ട്. ഭക്തിയെ മുറുകെ പിടിക്കുക. ഭക്തി ദൈവത്തോട് നമ്മെ നിരപ്പിക്കും. ഭക്തി പാപത്തോട് വെറുപ്പ് നൽകും. ഭക്തി വിശുദ്ധ ജീവിതം നയിപ്പാൻ പ്രേരണ നൽകും. ഭക്തി പ്രാർത്ഥനാ പായിൽ നമ്മെ മണിക്കൂറുകൾ പിടിച്ചിരുത്തും. ഭക്തി നല്ല തുടക്കം, നല്ല ഒടുക്കം നമുക്ക് നൽകും. അതുകൊണ്ട് ഇയ്യോ ഭക്തനായിരുന്നു, ബിലിയാം ഭക്തനായിരുന്നു, സ്തേഫാനോസ് ഭക്തനായിരുന്നു. അവരുടെ അന്ത്യം ശുഭകരമായ അന്ത്യമായിരുന്നു. അതുകൊണ്ട് ആയുസിന്റെ അന്ത്യനാൾ വരെ വിളിച്ച ദൈവത്തിലുള്ള ഭക്തിയെ നമുക്ക് മുറുകെ പിടിക്കാം. മുറുകെ പിടിക്കുന്നവരായിരിക്കണമെന്നൊരു വിഷയത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങളിൽ 2 ചിന്തിച്ചു. മുറുകെ പിടിക്കേണ്ട 7 കാര്യത്തിൽ 1 ചിന്തിച്ചു. ഈ നാളുകളിൽ മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് ബൈബിൾ നമ്മോട്
ആജ്ഞാപിക്കുന്ന കാര്യങ്ങളോട് സമ്പൂർണ്ണമായി വിട പറഞ്ഞ് മുറുകെ പിടിക്കുവാൻ വേദപുസ്തകം പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ആഴമായി ദൃഢമായി മുറുകെ പിടിച്ചുകൊണ്ട് ആരോഗ്യപരമായ, ആക്ഷേപരഹിതമായ, അമാതൃകാപരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയട്ടെ. കണ്ണുകളൊരു നിമിഷം അടച്ച് ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പോകുകയാണ്.